രണ്ടു തുള്ളി മദ്യം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തുമായി കളയാമെന്നൊരു ധാരണ ചില മനുഷ്യർക്കുണ്ട്. ഇവർ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഒരു പൊതുശല്യം തന്നെയാണ്. നമ്മൾ ഈയിടയ്ക്ക് കണ്ടൊരു സംഭവമാണ് പുനലൂർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മദ്യലഹരിയിൽ പരാക്രമം നടത്തിയ ഒരാളെ. അയാളെ തന്നെ ഇപ്പോൾ ഇതാ ക്ഷേത്ര പരിസരത്ത് വിവസ്ത്രനായ ശേഷം പട്ടുടുത്ത് ബഹളം വെച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നരിക്കൽ മൈലാമുട്ടിൽ പുത്തൻ വീട്ടിൽ ഹരിലാലിനെയാണ് പിടികൂടിയിരിക്കുന്നത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗവേദിയിലേക്ക് അതിക്രമിച്ച് കടന്ന് ബഹളമുണ്ടാക്കിയ സംഭവത്തിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പുനലൂർ ഭാരതമാത ITI രജത ജൂബിലി സ്മാരകമായി തൂക്കുപാലത്തിന് മുന്നിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയ്ക്ക് നേരെയാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. ഇയാൾ ചെയ്തത് എന്തെന്നാൽ കോണിപ്പടിയിലൂടെ പ്രതിമയുടെ മുകളിൽ കയറി, എന്നിട്ട് മഹാത്മാഗാന്ധി പ്രതിമയുടെ ചെകിട്ടത്തടിക്കുകയും തെറിയഭിഷേകം നടത്തുകയും ചെയ്തു. ഇത് കണ്ട് പ്രതിഷേധിച്ച നാട്ടുകാർക്ക് നേരെയും ഇയാൾ അശ്ലീല പ്രയോഗം നടത്തി. സമീപത്തെ കടകൾക്ക് നേരെയും അതിക്രമം കാട്ടിയതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ഇയാൾ പുനലൂർ മുഹൂർത്തിക്കാവിൽ കയറി വിവസ്ത്രനായ ശേഷം പട്ടുടുത്ത് കാവിന്റെ പരിശുദ്ധി നശിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയെന്നും പോലീസ് പറയുന്നുണ്ട്. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതി അനുസരിച്ച് കേസെടുത്തിരിക്കുകയാണ്. സംഭവത്തിൽ ഭാരതമാത ITI അധികൃതരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് പലതവണ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്നും പിങ്ക് പോലീസിന്റെ വാഹനത്തിന്റെ ചില്ലടിച്ചു തീർത്ത കേസിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.